ഇറാൻ ഭരണകൂടത്തിനെതിരെയുണ്ടായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരോട് 3 ദിവസത്തിനകം കീഴടങ്ങാൻ അന്ത്യശാസനം. കീഴടങ്ങിയില്ലെങ്കിൽ കടുത്ത ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പോലീസ് മേധാവി അഹമ്മദ് റസ് റദാൻ മുന്നറിയിപ്പ് നൽകി. അട്ടിമറി ശ്രമമായിട്ടാണ് പ്രക്ഷോഭത്തെ ഇറാൻ സർക്കാർ കണ്ടിരിക്കുന്നത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർ 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണം, അല്ലെങ്കിൽ നിയമത്തിന്റെ പൂർണ്ണശക്തി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റസ് റാദൻ പറഞ്ഞതായി AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സമീപ വർഷങ്ങളിൽ ഇറാൻ ഭരണകൂടം നേരിട്ട കനത്ത വെല്ലുവിളികളായിരുന്നു പ്രക്ഷോഭം. ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ പ്രക്ഷോഭത്തെ തുടർന്നുള്ള നടപടികളുടെ വ്യാപ്തി ഇപ്പോഴും പുറം ലോകത്തെത്തിയിട്ടില്ല. പ്രതിഷേധം അടിച്ചമർത്തിയതിനെ തുടർന്ന് ചുരുങ്ങിയത് 5000-ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ അവകാശവാദം. തെറ്റിദ്ധാരണ മൂലം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെയും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും രണ്ടായിട്ടാണ് കാണുന്നതെന്ന് ഇറാൻ പോലീസ് വ്യക്തമാക്കി. തെറ്റിദ്ധാരണ മൂലം ഇതിലേക്ക് എത്തിയവരെ വഞ്ചിക്കപ്പെട്ട വ്യക്തികളായിട്ടാണ് കാണുന്നത്. അവർ കീഴടങ്ങിയാൽ അവരോടുള്ള സമീപനം സൗമ്യമായിരിക്കുമെന്ന് ഇറാൻ പോലീസ് മേധാവി പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ളവരാണ് പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്നും വിദേശത്തു നിന്ന് സഹായം ലഭിച്ചതിന്റെ തെളിവുകളുണ്ടെന്ന് ഇറാൻ ഭരണകൂടം നേരത്തെ ആരോപിച്ചിരുന്നു.